വെൽക്കം ബാക്ക് ടു ടെൽമീസ് ഡയറി. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇതൊരു കോണ്ടന്റ് വീഡിയോ അല്ല കേട്ടോ. നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഈ വർഷത്തെ ഞങ്ങളുടെ ക്രിസ്മസ് ആണ് ഈ കുട്ടി വ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് മെയിൻലി 3 ദിവസമായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നതാണ്. ഡിസംബർ 23, 24, 25. ഈ 3 ദിവസങ്ങളിലെ മെയിൻ സംഭവങ്ങൾ ഒരു കുഞ്ഞു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുക. ഞങ്ങളിപ്പോൾ അബഡിയിലെ യൂണിയൻ സ്ക്വയറിൽ വന്നേക്കുവാണ്. ഇന്നിപ്പോൾ ഡിസംബർ 23 ആണ്. ഇന്നത്തെ വരവിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെബേക്കയുടെ കാതൊന്ന് കുത്തണം. ഞങ്ങൾ ക്രിസ്മസിന് മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി ഇരിക്കുന്നു. പക്ഷേ ഇന്നത്തേക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഇന്ന് 5 മണിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 4 മണി 4:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. സാധാരണ ഈ 23, 24 എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. പക്ഷേ ഈ തവണ വലിയ തിരക്ക് കാണില്ല. പിന്നെ എല്ലായിടത്തും ഈ വർഷം എന്ന് പറയുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻസ് കുറവാണല്ലോ. അതുപോലെ തന്നെ ഇവിടെയും എല്ലാ വർഷത്തെയും പോലെ അത്ര സെലിബ്രേഷനും ഡെക്കറേഷൻസും ഒന്നും കാണുന്നില്ല കേട്ടോ. കുറച്ച് കുറവാണ് ഡെക്കറേഷൻസ്. എന്നാലും നമുക്ക് ഇത് കൂടെ നടക്കും നല്ലൊരു ക്രിസ്മസ് വൈബാണ്. ഇവർ ഫുള്ള് ക്രിസ്മസ് മ്യൂസിക്കാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ പ്ലേ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം നിങ്ങളെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിക്കവാറും ക്രിസ്മസ് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത്. റിയലി സോറി, ലേറ്റായിട്ടായിരിക്കും നിങ്ങളിലേക്ക് വീഡിയോ എത്തുന്നത്. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റും. സോ എവറിബഡി പ്ലീസ് സ്റ്റേ ട്യൂൺ. So, we're just going to line up. I wouldn't hold her head just because she will go against it. So, like, the best way to just work around her, basically. Yeah. Do you want to grab the wee shaker that we have? Yeah, fine. No problem. I will do that. Yeah, it's all clean, so. Yeah. Wow. Oh, I'm just coming to this side. You're just a bit curious today, aren't you? We'll do on 2 when we're ready. Yeah, but I can't get in it all right now. Hello! Hello! She's wondering why you're Leukocyte. Leukocyte. It's because whenever I do checkups, everyone's just so curious about me. Yeah, that's better. Oh! പ്രത്യേകിച്ചൊന്നുമില്ല. ചുമ്മാ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി വിൻഡോ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ ഡെബനാംസിൽ എല്ലാം 50% സെയിലിൻ്റെ ബോർഡ് കണ്ടിട്ടുണ്ട്. കാരണം ഇവിടെ 26 കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോക്ക്ഡൗൺ ആയിരിക്കും. അപ്പോൾ ഷോപ്പുകളെല്ലാം ക്ലോസിങ് ഡൗൺ ആണ്. അതുകൊണ്ട് എല്ലാ ഷോപ്പുകളും തന്നെ സെയിലുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം അവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. അന്യായ വിലയാണ്. 40 പൗണ്ട്, ഇത് 70 പൗണ്ട്. അതായത് നാട്ടിലെ 7000 രൂപ ഇതിനൊക്കെ. പക്ഷെ ഇത് കൂടുതലായിട്ടും ഇവിടുത്തെ മാരേജ് ഫംഗ്ഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്.
ഈ വർഷം കോവിഡ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മിസ്സായിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറയുവാണെങ്കിൽ ക്രിസ്മസ് കാരോൾ ഇല്ല. പിന്നെ ഡിസംബർ 24 നമുക്ക് ചർച്ചിൽ ക്രിസ്മസ് മാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓരോ വാർഡ് ബേസായിട്ട് ക്രിസ്മസ് കാരോൾ സോങ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ഡിസംബർ ഫസ്റ്റ് വീക്ക് തുടങ്ങി അതിൻ്റെ പ്രാക്ടീസ് സെക്ഷൻ എന്നും പറഞ്ഞിട്ട് ഓരോ വീട്ടിൽ പോയി പ്രാക്ടീസ് നടത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതെല്ലാം മിസ്സായി ശരിക്കും. പക്ഷേ എന്നാൽ പോലും ഈ സ്നോഫോൾ കാണുമ്പോണ്ടല്ലോ ഇതെല്ലാം നമ്മൾ മറക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ UK വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ക്രിസ്മസിൻ്റെ അന്ന്. ഇതിപ്പോൾ ക്രിസ്മസിൻ്റെ അന്നല്ല, ഡിസംബർ 24 എന്നാൽ പോലും ഡിസംബർ 24 എന്ന് പറയുമ്പോൾ ക്രിസ്മസ് ആ ഒരു ഫീലാണല്ലോ. ആ ഡിസംബർ 24 സ്നോഫോൾ വരുന്നതെന്ന് പറഞ്ഞത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സോ ഐ ആം സോ ഹാപ്പി. വി ആർ സോ ലക്കി ദിസ് ടൈം. ഇന്നിപ്പോൾ ഡിസംബർ 24 ഈ തവണ ഞങ്ങൾക്ക് വൈറ്റ് ക്രിസ്മസ് ആണ്. കാരണം ഫുൾ സ്നോയാണ്. രാവിലെയൊക്കെ സ്നോഫോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ സ്നോഫോൾ ഇല്ല. അതുകൊണ്ട് സ്നോ ചെറുതായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലോർ കുറച്ച് സ്ലിപ്പറിയാണ്. ബ്ലാക്ക് ഐസ് ഉണ്ട്, സൂക്ഷിച്ച് നടക്കണം. പക്ഷേ ഡെക്കറേഷൻസ് കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ സ്നോയിൽ കൂടെ നടക്കുമ്പോഴല്ലോ നല്ലൊരു വൈബാണ്. ഒരു ക്രിസ്മസ് ഫീൽ നമുക്ക് കിട്ടും, പ്രത്യേകിച്ച് ഈ ഡെക്കറേഷൻസൊക്കെ കണ്ട് നടക്കുമ്പോൾ. പിന്നെ പിള്ളേർക്കും അത് ഭയങ്കര ഒരു രസമാണ്. പിള്ളേർക്ക് ഒരു പ്രത്യേക ഫീലാണ്. ഇവിടെ പിന്നെ എന്തൊക്കെ സെലിബ്രേഷൻസ് ഉണ്ട്, സ്നോ ഉണ്ട്, സംഭവം അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നാട്ടിൽ നമ്മുടെ പാരൻസിൻ്റെ ഒപ്പമുള്ള ക്രിസ്മസിൻ്റെ ഒരു 7 അയലക്കത്ത് എത്തത്തില്ല കേട്ടോ ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൽ അങ്കമാലി നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ക്രിസ്മസ് കരോളി എല്ലാ ഡിസംബർ 24 മിസ് ചെയ്യുന്നൊരു സംഭവമാണ്. അത് ഞാൻ ശരിക്കും അവിടുത്തെ ആ കരോളിൻ്റെ ആ ഒരു ഫീല് എനിക്ക് എവിടെ ചെന്നിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ഉള്ളത് കൊണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്താം അല്ലേ. ഹാപ്പിനെസ് ഈസ് എൻജോയിങ് ദി ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണോ അവിടെ നമ്മൾ സന്തോഷം കണ്ടെത്തുക.
ക്രിസ്മസ് ഡിന്നർ ഞങ്ങൾക്ക് ഷൈനി ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ഷിബിച്ചേട്ടൻ നല്ല അടിപൊളി ടർക്കിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മെയിൻലി ഇംഗ്ലീഷ് ഫുഡായിരുന്നു. എന്നാൽ പോലും നമ്മൾക്ക് എന്ത് ആഘോഷം ഉണ്ടെങ്കിലും നമ്മുടെ ചോറും കറികളൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. കുറച്ച് ചോറും കുറച്ച് മാങ്ങക്കറിയും ബീഫും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. പക്ഷേ പാവങ്ങൾ അവർ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇംഗ്ലീഷ് ഫുഡ് കഴിച്ചു, പിന്നെ അതിന് ചോറും കറിയും കഴിച്ചു. പിന്നെ ലിസ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ. ശരിക്കും 2-3 ഫാമിലിയും കൂടെ വരേണ്ടതായിരുന്നു. പക്ഷേ അവരെല്ലാവരും ഞങ്ങൾക്ക് മിസ്സായി. കാരണം ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഉള്ളതാണ് 3 ഫാമിലി അലൗഡ് ഉള്ളൂ. അപ്പോൾ 6 അഡൾട്ട്സിനെ നമുക്ക് പറ്റത്തുള്ളായിരുന്നു ഒരു വീട്ടിൽ. അതുകൊണ്ട് അവരെ മിസ്സായി. അതുപോലെ തന്നെ വേറെയും ഗ്രൂപ്പുകളുണ്ടായിരുന്നു, അവരെല്ലാം മിസ്സായി. സാരമില്ല, അടുത്ത വർഷം നമുക്ക് അടിച്ച് പൊളിച്ച് ആഘോഷിക്കാമല്ലോ. അപ്പോഴേക്കും കോവിഡൊക്കെ പറന്നു പൊക്കോളായിരിക്കും, പമ്പ് കടന്നോളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബി ഹാപ്പി, ബി പോസിറ്റീവ്, സ്റ്റേ ട്യൂൺ, ബൈ. Holidays we bring.